Yes, good morning. Good morning, sir. Good morning, sir. Morning. Morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Morning. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. Good morning, sir. Yes, good morning. Let us start. Okay. Okay, let us start. Okay. So, in the last class we discussed about this development of a story. How can we write a story? How can we teach the little children? The method that we can adopt it to teach the children, and how we can develop a story. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ആ 16th ചാപ്റ്ററിൽ ഒരു ഭാഗം കൂടി അവശേഷിക്കുന്നുണ്ട്. അത് ലെറ്റർ ആണ്. ലെറ്റർ. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് ഈ മൊബൈലൊക്കെ ഉള്ളതിന്റെ പേരിൽ ലെറ്ററിന് വളരെയധികം പ്രാധാന്യം കുറഞ്ഞു പോയത്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെറ്റർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ. കത്തിലൂടെയാണ് പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ കത്തിലൂടെയാണ് സൗഹൃദങ്ങളൊക്കെ പുതുക്കിയിരുന്നത്. അന്ന് ഒരു 25-15 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കാർഡ് കിട്ടും. അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും എഴുതാനാണെങ്കിൽ ആ കാർഡിൽ എഴുതി അറിയിക്കുമായിരുന്നു. വിശദമായിട്ട് എഴുതണമെങ്കിൽ കവർ വാങ്ങിച്ച് അതിനകത്ത് എഴുതിയായിരുന്നു. അപ്പൊ നമ്മൾ ഇത് കുറച്ച് സമയത്തേക്ക് മൊബൈൽ ഇല്ലാത്ത ഒരു ലോകമാണെന്ന് സങ്കല്പിച്ചിട്ട് നമുക്ക് ലെറ്ററുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ലെറ്റർ എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ലെറ്ററുകളാണ് നമ്മൾ എഴുതുന്നത്. ഒരു ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ഓക്കെ, 2 രീതിയിലുള്ള ലെറ്ററുകളാണ് നമ്മൾ എഴുതുന്നത്. ഒന്ന്, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് എഴുതുന്ന കത്ത്. അതിനെ നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയും. ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയും. ഫോർമൽ അല്ലാതെ, അതായത് ഔദ്യോഗികമായിട്ടുള്ള കത്തുകളല്ല. ഏടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് മോളെ മോനെ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ എഴുതുന്ന കത്തുകളാണ് നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയും. അപ്പൊ ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്നതിന്റെ ഒരു ഫോം ഉണ്ട്, ഒരു രീതിയുണ്ട്. ഓക്കെ, ആ രീതി അനുസരിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ഏറ്റവും മുകളില് നമ്മൾ വലതുവശത്ത് മുകളിലായിട്ട് നമ്മൾ എന്തെഴുതും? പേരെഴുതും, സ്ഥലം എഴുതും, അടിയിലെ ഡേറ്റ് ഇടും. അപ്പൊ കത്ത് മുഴുവൻ വായിക്കുന്നതിന് മുമ്പേ തന്നെ കത്ത് കിട്ടുന്ന ആളും മുകളിലേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, യെസ് ഇത് എഴുതിയിരിക്കുന്നത് ഇന്ന ആളാണ്, ഇത് അറിയാൻ പറ്റും. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ. ഓക്കെ, വലതുവശത്ത് മുകളിലായിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമ്മൾ ഇടതുവശത്ത് സൈഡിലായിട്ട് എഴുതും മൈ ഡിയർ. ആർക്കാണ് നമ്മൾ എഴുതുന്നത്? ഇപ്പൊ മിനി അല്ലെങ്കിൽ മിനിക്കുട്ടി, മൈ ഡിയർ മിനിക്കുട്ടി, അല്ലെങ്കിൽ മൈ ഡിയർ മണിക്കുട്ടി. ആരാണ് ആർക്കാണ് നമ്മൾ എഴുതുന്നത് അത് നമ്മൾ എഴുതും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, സാധാരണ നമ്മൾ കത്ത് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്ന ഒരു വിവരമുണ്ട്. എന്താണ് ആ വിവരം? എനിബഡി ക്യാൻ സേ? എന്തൊക്കെയുണ്ട് വിശേഷം? വെരി ഗുഡ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലെ? അതിന് കൂടെ വേറെ ഒന്നോട് ചോദിക്കുമല്ലോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഇത്രയുള്ള സംഭവം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ. ഞാൻ വെറുതെ വെരി ഗുഡ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ഹോപ്പ് യു ആർ ഫൈൻ ദർ. ശരിയാണ് ശരിയാണ്, കറക്റ്റ് ആണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നമുക്ക് പറയാം ഇറ്റ് ഇസ് എ വെരി ലോങ് സിൻസ് ദാറ്റ് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കത്ത് അങ്ങോട്ട് തുടങ്ങാം.
വേണമെങ്കിൽ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സംഗതി എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ദ മാറ്റർ, കത്തിൽ നമ്മൾ എഴുതാനുണ്ടായ കാരണം, അത് നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതി അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം, അവസാനിപ്പിക്കണം. അപ്പോഴും നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയുമല്ലോ. എന്തൊക്കെയാണത്? കത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. യെസ്, പറയൂ. കത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ചുരുക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ആദ്യത്തേക്ക് നമ്മൾ ഇത് ഈ ലെറ്റർ വായിച്ച് ഇതിന് മറുപടി തരണം, അങ്ങനെ വിചാരിക്കും. റിപ്ലൈ സൂൺ. പിന്നെ എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ഓക്കെ പറയൂ എന്താ പറഞ്ഞത്? എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. വഴിക്കുള്ളൊരു അന്വേഷണമാണ് ഈ സംഗതി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. Convey my Convey my regards. Okay, very good. Convey my regards to grandfather, grandmother, your mother, father. അതിന്റെ അവിടെ പെറ്റ് ഉണ്ടെങ്കിൽ പെറ്റ്, എല്ലാത്തിനെയും നമ്മൾ അന്വേഷിച്ചായിട്ട് ചോദിച്ചായിട്ടും പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചു. അപ്പൊ ഇതിനൊരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കത്തിനകത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കത്ത് എന്തിനാണോ എഴുതുന്നത് ആ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പറയുന്നത് കത്തിന്റെ കൺക്ലൂഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കത്തിൽ വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് യു ഹോപ്പ് യു ആർ വെൽ. ഓക്കെ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ഹോപ്പ് യു ആർ വെൽ, ശരിയാണ്. യെസ്. അപ്പൊ രജീഷ് അല്ലേ? രജീഷ. ഓക്കെ രജീഷ, ഗെറ്റ് റെഡി. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. രജീഷയാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പൊ എല്ലാവരും പറയണോട്ടെ, രജീഷയോട് ചോദിക്കുമ്പോൾ രജീഷയ്ക്ക് സമയം കുറച്ച് കിട്ടുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് സമയം കൂടുതൽ കിട്ടുകയാണ്. രജീഷയുടെ മകൻ അല്ലെങ്കിൽ മകള് SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങി പാസ്സായി. രജീഷയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതേപോലെ സന്തോഷമുണ്ട് ഞാൻ. അപ്പോ അത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് റെനീഷയുടെ ഏറ്റവും ചങ്കായിട്ടുള്ള ഒരു ഫ്രണ്ടിന് ഒരു കത്ത് എഴുതണം. ഓക്കെ, ആ കത്ത് ആലോചിച്ചോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ആ കത്തിലെ മാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ആർക്കാണ് എഴുതുന്നത്? മൈ ഡിയർ മിനിക്കുട്ടി, ഹോപ്പ് യു ആർ ഫൈൻ ദർ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ സ്പെഷ്യലി ഫോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിവരം പറയുന്നു. മൈ സൺ ഓക്കെ ആലോചിച്ചു. ഓക്കെ അപ്പൊ അങ്ങനെ വെച്ചിട്ട് ആ കത്ത് അങ്ങനെ ആരംഭിക്കും. അപ്പൊ അതിനകത്ത് ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ് പറയുന്നത്. എന്തെല്ലാം മാച്ചസ് റെനീഷക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അത് മുഴുവൻ ഉൾപ്പെടുത്താം. അടുത്ത ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ റെനീഷ പറയാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് കൂടി വെച്ചിട്ട് നിങ്ങൾ അടുത്ത ആളോട് കൂട്ടി വെച്ചിട്ട് അടുത്ത ആൾ കത്ത് പറയണം. അടുത്ത ആള് ഈ ആദ്യത്തെ രണ്ടുപേരും പറയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ വെറൈറ്റി വല്ല നമുക്ക് എപ്പോഴും വെറുതെ നമ്മൾ പറയുകയല്ല, നേരെ നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഭാവന അനുസരിച്ച് നമ്മൾ 2-3 സെന്റൻസ് കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സംഭവം ആഡ് ചെയ്യുന്നു. നമ്മുടെ SSLCക്ക് നമ്മുടെ മകന് ഫുൾ A+ കിട്ടിയിരിക്കാൻ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഫുൾ A+ കിട്ടുമെന്ന്, പക്ഷെ ഫുൾ A+ കിട്ടി. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാല് ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ. അപ്പൊ ആ വർദ്ധിച്ച സന്തോഷത്തിനുള്ളിൽ നിങ്ങളുടെ ചങ്കായിട്ടുള്ള ഫ്രണ്ടിന് നിങ്ങൾ കത്തെഴുതി. ആ കത്തെഴുതുന്നതിന്റെ പാറ്റേൺ ആണ് നമുക്ക് വേണ്ടത്. My son passed SSLC exam, 10th examination, full A+ in this examination. I can't believe this. I am not expecting this mark of
വെയിറ്റ് സർ ആലോചിക്കട്ടെ. പറഞ്ഞോ, ആലോചിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചു നേരം ഞാൻ സംസാരിച്ചത് രനീഷക്ക് ആലോചിക്കാൻ സമയം തന്നാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ ഇട്ടുതരാം. ഒരെണ്ണം ഉണ്ടാവും, സാധ്യതയാണ്. ഈ മകന്റെ നല്ല മാർക്ക് വാങ്ങിയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഫങ്ഷൻ, ഒരു പാർട്ടി രനീഷ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ആ കൂട്ടുകാരെ ക്ഷണിക്കാൻ കൂടിയാവാം. ഓക്കെ, ഞാനൊരു സാധ്യത ഇട്ട്, ഞാൻ ഇങ്ങനെ സാധ്യത ഇടുന്നത് ചിന്തിക്കരുത്. നിങ്ങൾ കണ്ടെത്തരുത്. എത്രയോ ചാൻസുകൾ വേറെ കിടപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചെറുത് വിരിച്ചങ്ങോട്ട് പറക്ക്, നിങ്ങളുടെ ഭാവന അങ്ങനെ ഉണരട്ടെ. നിങ്ങൾ ഒറിജിനൽ ആയിട്ട് നിങ്ങളുടെ മകനാണ് മകളാണ് SSLCക്ക് ഫുൾ A+ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് വിചാരിക്കും, അതൊക്കെ നമുക്ക് ഇംഗ്ലീഷോട്ട് ആക്കാം. ഇപ്പൊ റനീഷ ആയതുകൊണ്ടും റനീഷ ആദ്യം പറഞ്ഞതുകൊണ്ടും ഞാൻ റനീഷയ്ക്ക് ഒരു ചാൻസ് തന്നാണ്. ഈ മകന്റെ ഫുൾ A+ കിട്ടിയ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇത്രാം തീയതിയാണ് പാർട്ടി. നീ വരണം. നീ ഒറ്റയ്ക്ക് വന്നാൽ പോരാ, നിന്റെ മക്കളെ ഹസ്ബൻഡിനെ ഒക്കെ കൂട്ടിക്കൊണ്ട് വരണം. ഓക്കെ, ഞാൻ പറഞ്ഞത് അടുത്തത് പറയാം. ഓക്കെ, അതിനോട് കണക്ട് ചെയ്ത് പറയാൻ പറ്റിയ കാര്യങ്ങളോട് രനീഷ് കൂട്ടിച്ചേർന്നു കേട്ടോ. ഓക്കെ, പറഞ്ഞു. ഇതൊക്കെ മനസ്സിൽ വരുന്നുണ്ട് സർ, പക്ഷെ ഇംഗ്ലീഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു നോ പ്രോബ്ലം, പറഞ്ഞോളൂ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ഐ എം വെരി വെരി ഹാപ്പി to my I am proud of my son. വെരി ഗുഡ്, അത് നല്ല സെന്റൻസ് ആണ്. ഐ ആം പ്രൗഡ് ഓഫ് മൈ സൺ. ഞാൻ എന്റെ മകനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. I will arrange a meeting. മീറ്റിംഗ് വേണ്ട, പാർട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ. I will arrange a party. You will must come. യു വിൽ വേണ്ട, രണ്ടെങ്കിലും മസ്റ്റ് ഓർ വിൽ. ഓക്കെ, You must come. യെസ്, ശരിയാണ്. Okay, your family included this part of party. Okay, very good. Okay. സാറിനെ കുറിച്ച് ആലോചിക്കട്ടെ സാർ. രനീഷക്ക് കുറച്ചു നേരം ആലോചിക്കാനും കൂടി സമയം തരാം. ഇത്രയും നേരം മറ്റുള്ളവർക്കൊക്കെ ചാൻസ് കിട്ടിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് രനീഷ് ഒന്നുകൂടി ആലോചിച്ചു, ഒരു ചാൻസ് കൂടി തരാം. ഓക്കെ, അശ്വതി, ആർ യു റെഡി? അശ്വതി, ആർ യു റെഡി? അശ്വതി ഇല്ല. അനുഗ്രഹ, ആർ യു റെഡി? Ready, sir. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഇരിക്കണം. പറഞ്ഞപ്പോൾ ഐ ആം റെഡി. ഓക്കെ. അപ്പൊ അനുഗ്രഹയുടെ മകനോ മകൾക്കോ SSLCക്ക് ഫുൾ A+ കിട്ടിയിരിക്കുകയാണ്. അനുഗ്രഹയുടെ സന്തോഷം, ഹാപ്പിനെസ് വളരെ വലുതാണ്. ആ സന്തോഷത്തില് ഏറ്റവും ചങ്കായിട്ടുള്ള സുഹൃത്തിന് ഒരു കത്തെഴുതുന്നു. ഓക്കെ, അപ്പൊ കത്തിന്റെ ഇൻട്രൊഡക്ഷൻ. Now I am writing this letter to share my happiness with you. Oh, very good. നല്ല വാചകം. ഓക്കെ. You know that my son is on 10th standard. Okay. Yesterday his result came. Okay. ആ കെയിം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു നല്ലൊരു വാക്ക് ഉപയോഗിക്കും, പബ്ലിഷ്ഡ്. Okay. ഓക്കെ. അല്ലാതെ കെയിം കുഴപ്പമില്ല, പബ്ലിഷ്ഡ്. ഓക്കെ. Okay. He passed all subjects with full A+. Very good. We all are in a very happy mood. Okay. I know you also happy for my son. Okay, very good. We are going to conduct a party to congratulate him. Okay. So you and your family should join with us. Okay. We should make that. ഇത്രയും നമ്മള് മറ്റേ ആദ്യത്തെ ആള് നമ്മൾ പറഞ്ഞു. ഇനി അതിന് എന്തെങ്കിലും ആഡ് ചെയ്യും. അനുഗ്രഹങ്ങളുടെ വക എന്തെങ്കിലും ഒരു പോയിന്റ് കൂടി പറ്റേ. We should make the day even more special. Okay.
അത്രേ ഉള്ളൂ സർ. അനുഗ്രഹേ ഭാവനകൾ ഉണരട്ടെ. ഞാൻ ഒരു പറയുന്നത് ഇപ്പൊ നമുക്ക് എന്ത് പറയാം, അനുഗ്രഹം കൂട്ടുകാരിയോട് അനുഗ്രഹമൊക്കെ പറയാം, എടാ അവന് മകൾക്ക് ഇനി ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം, പക്ഷെ എന്റെ കയ്യിൽ അവളെ ഡോക്ടർ ആക്കാനായിട്ടുള്ള പൈസ തികയില്ല, സാമ്പത്തികമായിട്ട് എനിക്ക് കഴിയില്ല, നീ എന്നൊന്ന് സഹായിക്കേണ്ടി വരും. കണ്ടാ, ചോദിക്കാലോ, അതിന്റെ ഒരു പോയിന്റ് ആയില്ലേ? സർ. ഓക്കെ, അത് പറയേ. He wanted to become a doctor, but I have no money to join him a better college. Okay. He wanted to prepare for NEET exam. Okay, very good. Okay. We are planning to join him a entrance class. Okay. പിന്നെ കൂട്ടുകാരുടെ സഹായം ആവശ്യപ്പെട്ടില്ല. You know that I have no money to make him a doctor. So you should help me. Okay. Don't bring any gift to him. Okay. Your presence is the best gift. Okay. I have no money എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി നല്ല ഭാഷ. മൈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് വെരി വീക്ക് നൗ. എന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഇത്തിരി വീക്കാണ്, പൈസ ഇല്ല എന്നല്ല, ഇപ്പൊ വീക്കാണ്. സോ ഐ വാണ്ട് യുവർ ഹെൽപ്പ്. ഓക്കെ. ശരിയാണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ പോയിന്റ് ആഡ് ചെയ്യും. ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ പോലെ മനസ്സിലായി, 2 പോയിന്റ് കണ്ടുപിടിക്കണം. കാരണം നിങ്ങളുടെ ടേൺ വരുമ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞു പോകും. അതുകൊണ്ട് 2 പോയിന്റ് ഇന്നത് കൂടെ എല്ലാത്തിനും ഞാൻ ഉൾപ്പെടുത്താം. അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക്. നീതു, ആർ യു റെഡി? നീതുല്ലേ? നീതു, ആർ യു റെഡി? ഓക്കെ. അടുത്ത ആളെ വിളിക്കാം. ഷഫ്രിൻ. Sir, okay, I'm ready. Okay, carry on. Hi, dear Shamsi, how are you? I hope you are going well. I also good. I am Okay. also good. Now, I am writing this letter to you to giving a glad news that I am really proud to be informed you that my son got full A+ in his SSLC examinations. Very good. As you know that he is very much obsessed to become a doctor, so I am Okay. planning to send him to a coaching center in Thrissur. Okay. It is near to your home, Oh, very so good. I hope you are caring on him. Okay. So, and I am also planning to arrange a party to my friends and nears or Okay. relatives. So Okay. I am also inviting you and your family to that party. I will be very happy if you attend that party. It is a must to come in that party and bless my son. Okay. And plus my son. Very good. ഷഫ്രിൻ, ഞാൻ ചെറിയൊരു മാറ്റം വരുത്താണ്. അതായത് നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞിരുന്നത് എന്റെ മകന് ഡോക്ടർ ആവാനുള്ള ആഗ്രഹം, അതുകൊണ്ട് അവന് നീറ്റ് പരീക്ഷയ്ക്ക് വിടുന്നു, സഹായിക്കുന്നു. അത് ആവശ്യം ക്ലിയർ ആയി, നമ്മൾ ഒന്ന് മാറ്റി പിടിക്കുന്നു. പക്ഷെ ഷഫ്രിൻ പറയുന്നത് ഇനി എന്ത് പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, നിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ മുഴുവൻ പറഞ്ഞിട്ട് നിന്റെ അഭിപ്രായം എന്താ? എന്റെ മകന്റെ ക്വാളിറ്റിയും എന്റെ മകന്റെ സ്റ്റാൻഡേർഡും നിനക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി നിന്റെ അഭിപ്രായം എന്താണ്? ഇനി നിന്റെ മകൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിന് നോക്കുമ്പോൾ SSLC പാസ്സായതാണ്. അവനിപ്പോ പഠിക്കുന്ന കോളേജിൽ ഇവന് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ വഴിക്കൊന്ന് പറയട്ടെ. എടുക്കേണ്ട നമുക്ക് വേറെ വഴിക്ക് വരാം. ഓക്കെ. അങ്ങനെ പറയണോ? അങ്ങനെ പറയും. Okay. So I don't know what the course must be taken after this
exams. Okay. I know your son has passed this exam before 2 years. So I think you must know about what courses are there for higher studies. So Okay. just help me to select that course, as you know my son and his abilities. So you Okay. just help me to select that, choose that course for him. Okay. കൊള്ളാം. ഓക്കെ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഒരാൾ പറഞ്ഞ ട്രാക്കിലടുത്താണ് പിടിക്കണ്ട. ട്രാക്ക് മാറ്റി പിടിച്ചോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. Thank you, sir. ഓ, വെൽക്കം. ഓക്കെ. ഹാഷിറ. അല്ലെങ്കിൽ രാജേഷ് പി അരവിന്ദ്. ഞാനാണ് സാറേ, എന്തോ? ഞാനാണ് കൃഷ്ണേന്ദു. ഓക്കെ. യെസ്. ഞാൻ പേര് പറയുന്നില്ല. ഹു ഈസ് നെക്സ്റ്റ്? ആരാണ് അടുത്ത് പറയുന്നത്? യെസ്, ഹു ഈസ് നെക്സ്റ്റ്? മക്കളെ ആരെങ്കിലും വാ. Yes, who is next? സർ ഞാൻ പറയാം. Yes. പറഞ്ഞോളൂ. Hello dear, how are you? Hope you are Very good, good. doing well. Ah. I write this letter for you that I am very glad to inform you Hmm. that my son full A+ in SSLC examination. Very good. We didn't expect this grade for him. Okay. We are discussing to conduct a small function for his achievement. Very good. A small function. സഹന മാത്രമേ പറഞ്ഞോളൂ. Okay. സാറേ പയ്യെ പറയാൻ പറയോ? കേൾക്കുന്നില്ലേ? ഇല്ല. സ്പീഡ് കൂടുതലാണോ? ആ എന്നാ സഹന ഇത്തിരി സ്പീഡ് കുറച്ചോളൂ. I am very glad to inform you that my son won full A+ in SSLC examination. We didn't expect this grade from him. We are discussing to conduct a small function for his achievement. Okay. I am very happy to invite you and your family to my home for this function on next Saturday. Okay. ഈ പറഞ്ഞതില് ഡേറ്റ് പറഞ്ഞത് സഹനയാണ്. കണ്ടക്ട് പാർട്ടി എന്ന് കണ്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, പറഞ്ഞു. Don't forget to inform your family. Okay. And I am discussing for invite our other friends too. Okay. Oh, very good. And his ambition is to becoming a photographer. Oh, very good. He wants to join after +2 for BVA. Okay. Come and bless my child. Okay. And we have to enjoy on that day. Okay, അത്രേ ഞാൻ എഴുതിയുള്ളൂ. അല്ല, ഇനി ഒരു പോയിന്റ് കൂടി പറയും. അപ്പൊ ഐ വാണ്ട് മൈ സൺ ടു ബിക്കം എ ഫോട്ടോഗ്രാഫർ. അവനും അത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു എന്നുള്ളൊരു കാരണം കണ്ടുപിടിക്കും. അതായത് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ് ഫാദർ വെരി ഗുഡ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഈസ് എ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർ, അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ആ ടാലന്റ് ആണ് എന്റെ മകന് കിട്ടിയിട്ടുള്ളത് എന്ന് വരുത്താവുന്ന 2 സെന്റൻസുകൾ പറഞ്ഞു. അതിനേക്കാളും നല്ല ഞാൻ
അത് പറഞ്ഞതാണ്. എന്താ വെച്ചാൽ എന്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി. Very good. ഫാമിലിയിൽ ആരും ഉണ്ടായിട്ടല്ല. Yeah. He loves to take photo. Yeah. Then after now he's Okay. now Okay. he ഒരു കാര്യം, മകന് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു സന്ദർഭമുണ്ടോ? കാരണം ഒരുപക്ഷെ അവൻ എപ്പോഴെങ്കിലും എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ഇത്രയ്ക്കും മനോഹരമായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് അവനിലെ ടേസ്റ്റ് മാതാപിതാക്കന്മാരായ നിങ്ങൾ കണ്ടെത്തി. ഓക്കെ, അതിനെ കുറിച്ച് പറയുന്നത്. when he was in 9th standard. Okay. He took my photos. Always he took my photos. Okay. When outside. Okay. When I saw that photos, me and other people also said that he's a well photographer. His photos are nice. Okay. Now he is in +2. After 10th standard, he won plus. Yes, പറഞ്ഞോളൂ, correct ആണ്. At that time, we gifted him a camera. Okay. Now he is in +2 class. Okay. He loves more football and photography. Okay. എനിക്ക് എങ്ങനെ പറയേണ്ടത്, പറയാൻ കുറെ ഉണ്ട് സർ, പക്ഷേ എന്തോ എത്രമാത്രം ഉണ്ടെങ്കിലും നോ പ്രോബ്ലം, കേൾക്കാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാറില്ലേ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. റേഞ്ചിന്റെ ഇഷ്യൂ കാരണം. ഓക്കെ ഓക്കെ, ക്യാരി ഓൺ, ക്യാരി ഓൺ. He wants to become a freelance photo. He loves to become a freelance photographer. It's not my ambition. It's his own ambition. Okay, 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 okay. And he loves more than photography. He loves more football. Okay. Yeah. That's why he wanted to join our BVA course after +2. +2. Okay. And now onwards, he searching the colleges for higher studies. Higher studies. Yes. Okay, 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 okay. ഇത്രയുള്ളൂ സർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ, യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നത്. അതൊരു പക്ഷേ മകന് അത് ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇനി ഹു ഈസ് നെക്സ്റ്റ്? ഇനി അടുത്ത് ആരാണ് പറയണേ? ഈ പറയുന്നവർക്ക് എളുപ്പമാണ്. എത്ര സമയം കിട്ടി ആലോചിക്കാനായിട്ട്? പരീക്ഷയ്ക്ക് മാത്രമാണ് കുറച്ച് സമയം കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ധാരാളം സമയം കിട്ടി. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? Hello. യെസ്, പറഞ്ഞോളൂ. I hope നദീറ. ഓക്കെ ഓക്കെ ഓക്കെ. I hope this letter find you in good health. Okay. I am very happy these days because my son got full A+ in SLC. We are Okay. conducting a party coming next month, first Sunday. Okay. I hope you are come with your family Okay. and a suggestion for his higher studies. Oh, very good. Okay, 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 okay. He want to become a doctor. Okay. I don't know what to do Okay. about his curriculum. Okay. You know better than me Oh, very good. about the course. About the course. Yes. എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത്?
മനസ്സിൽ ഉദ്ദേശിച്ചത് എന്തായാലും പറയും. എൻ്റെ ഫ്രണ്ടിന്റെ കൂടുതൽ സജഷൻസ് വേണം അല്ലേ? ഏത് കോഴ്സാണ് നല്ലത് എന്നും എങ്ങനെയാണ് ആ കോഴ്സിലേക്ക് പോകേണ്ടതെന്നും ഉള്ള വഴി. അപ്പൊ വേറെ ഒരു കാര്യം പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറയാം. നീ വീട്ടിൽ വരുമ്പോൾ, പാർട്ടിക്ക് വരുമ്പോൾ നമുക്കൊരു ഡിസ്കഷൻ നടത്തണം. ആ ഡിസ്കഷൻ ഇന്നതിനെ കുറിച്ചാണ്. അല്ല, അങ്ങനെ 2-3 സെന്റൻസ് ആയിട്ട് പറഞ്ഞു നോക്കി. We can discuss about the topic for my son higher studies. You can search for the courses and better school. Okay, very good. Ready, correct ആണ്. പറഞ്ഞു. And the whatever financial fees about that course. Okay. Nearest college, to find nearest the college. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ സംസാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് ഒരു ബാങ്ക് മാനേജർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ്. അപ്പൊ അത് പറയണ, അപ്പൊ ആ സമയമാകുമ്പോ ഒരു എഡ്യൂക്കേഷൻ ലോൺ നീ ശരിയാക്കി തരണം എന്റെ മകന്. പറഞ്ഞു. I hope you understand my financial condition. Very good, very good. You are also a bank manager. You can help with educational loan for my son. I hope you help with educational loan. Okay. Education loan preparation. Okay. You consider me for അത്ര അറിയുള്ളൂ സാർ. ആ കൺസിഡർ മീ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച വാചകം എന്തായിരുന്നു? നീ എന്നെ കൂടുതൽ കൺസിഡർ ചെയ്യും. ലോൺ എടുക്കണേൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ. ഓക്കെ. വേണമെങ്കിൽ പറയാം, നീ എന്നെ അറിയിക്കണം. അറിയിക്കാന്ന് പറഞ്ഞാൽ ഇൻഫോം അതിന്റെ കണ്ടീഷൻസ്, ഫോർമാലിറ്റീസ്. ഇനി അത് വെച്ചിട്ട് പറഞ്ഞേ. You must inform the informations of educational loan and criteria, advantages and disadvantages about education loan. Okay. Very good. അപ്പൊ നാദില നന്നായിട്ടുണ്ട്. ഓക്കെ. കുറച്ചുകൂടി വേറെ ആരും പറയാത്ത 1-2 കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഇനി who is next? നമ്മളിപ്പോ പല ആളുകളും സിനിമ പിടിച്ചു കഴിയുമ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ആ സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ആ സിനിമയുടെ ഏതെങ്കിലും സീനിൽ കാണാം. അപ്പൊ നമുക്ക് പറയുമ്പോ അത് ആ സംവിധായകന്റെ കൈകൊണ്ട് ആ സീൻ കണ്ട വേറെ പരിപാടിയാണെങ്കിൽ അങ്ങനെ പിടിക്കുന്ന വേറെ ഇതിലുണ്ടാവുള്ളൂ. അപ്പൊ അത് അവരുടെ കയ്യൊപ്പ് ചേർത്തുന്നതാണ്. പഴയ പത്മരാജനോ ഭരതനോ അവരുടെ സിനിമയൊക്കെ എടുത്തു കഴിയുമ്പോൾ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഒരു പോയിന്റ് നിങ്ങളുടെ കയ്യൊപ്പായിട്ട് ഞാൻ പറയാത്തൊരു പോയിന്റ് നിങ്ങൾ കൂട്ടിച്ചേർക്കുക. അത്രമാത്രം സാധ്യത നിങ്ങൾ ആലോചിക്കുക. വേറെ എന്തോരം നടക്കാൻ വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നു. ഇത് ആലോചിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഭാവന അങ്ങോട്ട് ഉള്ളിരട്ടെ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? അടുത്തതായിരുന്നു. സർ ഞാൻ പറയാം. യെസ്, ഗൗരി, പ്രിയ. ഓക്കെ, പറഞ്ഞോളൂ. My son got a full A+ in SSLC exam. Very good. Oh God, I can't believe it. Oh yes, very good. This is because of his hard work. Oh, very good. Because of his hard work. Very good. For this happy, we decided to conduct a party for relatives, friends, and teachers. You must participate in this party with your family on coming Sunday. Okay. He wanted to become a nurse. Okay. Because he is very kindly and honesty. Oh yes, very good. We follow his pathway. Okay. Do you know that we are bad in financially background? Okay. So could you help me by your gold for rent for his admission?
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് പുതിയൊരു പോയിന്റ് ആണ്. ഓക്കെ ഓക്കെ, സ്വർണ്ണം തരണതിന്റെ പണയം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ 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 ഓക്കെ. ആ, അത്രേ ഉള്ളൂ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതിനകത്ത് ഒരു നേരത്തെ ഒരു വാചകം പറഞ്ഞു ഐ ആം വെരി ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ നമുക്ക് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുട്ടിയുടെ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. കുട്ടിയുടെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം അമ്മൂമ്മ അവന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അത് ഇന്നതായിരുന്നു. ആ, പോരട്ടെ. ആ ലൈനിലൊന്ന് ചിന്തിച്ച്. ഐ ആം വെരി ഹാപ്പി. My husband is also very happy. Poratte. My husband gifted for a bike for him. Okay, very good. Okay. As a present, okay. His uncle gifted to a watch. Okay, very good. For him. Okay. This is the most gift in ഞങ്ങൾ സാർ ഇത് എല്ലാവർക്കും നല്ലൊരു ഗിഫ്റ്റ് ആണെന്ന് പറയാ, ഇങ്ങനെ പറയാ ഈ ഫുൾ A+. അല്ല, ഈ A+ ഞങ്ങൾ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ആ ഫുൾ A+ എന്നുള്ളത് നമുക്ക് പറയാം അവന്റെ വിജയം. His victory. Okay. That is a gift to us. അവൻ ഞങ്ങൾക്ക് നൽകിയ എന്താണ്, അതൊരു ഗിഫ്റ്റ് ആണ്. Okay. അത് വേണമെങ്കിൽ നമുക്ക് പറയാം എന്റെ മകൻ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. അവരിൽ നിന്ന് ഞാൻ ഇത്രയും മാർക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മൈ സൺ വാസ് an average student in studying. ഇരിക്കുന്ന കാര്യത്തിൽ ആവറേജ് ആയത്. ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. I did not expect such a result from him. അതുകൊണ്ട് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. സോ വി വർ വണ്ടേർഡ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ. ഇനി നമുക്ക് പറയാം, പലപ്പോഴും ഗൗരിപ്രിയ അവനെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് തല്ലുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്ത് അബദ്ധമായി പോയി. അവൻ പഠിക്കുന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ടായിരുന്നു. സ്കോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ശിക്ഷിക്കാന്നുള്ളതിന് പണിഷ് എന്ന് പറയാം. ഓക്കെ. I very punished to him. Okay, പറഞ്ഞോളൂ. Because he is muddy. I rude എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഐ യൂസ്ഡ് ടു പണിഷ് ഹിം. ഞാൻ സ്ഥിരമായിട്ട് അവൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ശിക്ഷിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ബീറ്റ് ഹിം. ഞാൻ സ്ഥിരമായിട്ട് അവൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ബീറ്റ്, അടിക്കാറുണ്ടായിരുന്നു. അനുഗ്രഹ, സ്കോൾഡ്, ശകാരിക്കുക. ശരിയാണ്. യെസ്. അറിയുള്ളൂ. ഓക്കെ ഗൗരിപ്രിയ, വെരി ഗുഡ്. ഓക്കെ. കുറച്ചുകൂടി ഒരു പോയിന്റ് അഡീഷണൽ ആയിട്ട് ഗൗരിപ്രിയ കൊണ്ടുവന്ന് സ്വർണം പണയം വെക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാത്ത, വേറെ ആരും പറയാത്തൊരു പോയിന്റ് ഗൗരിപ്രിയ പറഞ്ഞു കൂട്ടുകാരിയോട്. മറ്റേ കുട്ടി അതിന് മുമ്പ് സംസാരിച്ചപ്പോ ലോൺ വേണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഗൗരിപ്രിയ കൂട്ടുകാരിയുടെ സ്വർണമാണ് പണയം വെക്കാൻ വേണ്ടി ചോദിച്ചത്, മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഓക്കെ, വെരി ഗുഡ് ഗൗരിപ്രിയ, വെരി ഗുഡ്. ഓക്കെ. ഹു ഈസ് നെക്സ്റ്റ്? അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിന്റ് അങ്ങോട്ട് ചേർക്കുക. ഞാൻ പറയാം. നീന. ഓക്കെ, പറഞ്ഞോളൂ നീന. My dear friend, I hope you are okay. Okay, very good. I write this letter to inform you that my son was won in the SLC exam. So I conduct a party in my house the coming Saturday. Oh, very good. You and your family must come to this party. Okay. And his desire is to go in UK for higher studies. Oh, very good. Okay. I know your cousin's son is in UK. Oh, very good. You give me his number. Okay. Later I will contact him to know that the universities For his studies.
the universities for his studies. Okay. പിന്നെ ഓക്കെ പിന്നെ അത്രേ ഉള്ളൂ സാർ. അത് പറയാം, നീ നിന്റെ കസിൻസിനോട് പറയണം എന്റെ മകനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറയണം, എന്റെ മകനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയണം. അതൊക്കെ ഒന്ന് പറയേ. റെഡിയാണ്. വെരി ഗുഡ് പോയിന്റ് അല്ലേ, ഒരു അഡീഷണൽ പോയിന്റ് ആണ് പറഞ്ഞത്. ഓക്കെ പറഞ്ഞു. And you told your cousin sister സഹായിക്കും, to help my son. Okay. And to help my son. Okay. പിന്നെ യെസ് പറഞ്ഞോ. ആ വഴിക്കൊന്ന് ആ ട്രാക്കിലൊന്ന് ചിന്തിക്കൂ. അപ്പൊ അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞോളൂ. പിന്നെന്താ ഇനി ഏത് എവിടെന്ന എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ ആലോചിച്ചു, കുഴപ്പമില്ല. നീന, ഞാൻ മറ്റേത് നിങ്ങൾ മാനസികമായിട്ട് ചെയ്യാനെടുത്ത് നിൽക്കുകയായിരിക്കും. അതാണ് ഞാൻ ഒരു അഡീഷണൽ കാര്യം പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് പറയാനുണ്ട്. അപ്പൊ അത് പറഞ്ഞല്ലോ. വെരി ഗുഡ്. നീന, ഓക്കെ. ഞാൻ പറയാം. റെജീന, ഓക്കെ പറഞ്ഞോളൂ. Dear friend, how are you? Very good. I am writing this letter to tell you something. Okay. Today is the happiest day for me. Oh, very good. Result Do you know what? Very good. Do you know what? My daughter full A+ in SSLC. Yeah. So we decided to hold a function. Okay. You and your family definitely come and be blessed her. Okay. Definitely. ആദ്യമായിട്ട് ഉപയോഗിച്ച വാക്കാണ്. Okay, very good. She want to become a speech therapist. Okay. But dear, there is a few rupees less in my hand. Okay. Can you help me? Okay. You will become doing her a favor for her and future life. Okay. God bless you. Okay. Once again, you and your family are invited. Definitely come. Okay. Finish ആയോ റെജീന? ഫിനിഷ് ആയ? Yes, sir. ഒരു പോയിന്റ് ഞാൻ പറയുന്ന പോലെ ഒന്ന് പ്രതിയോഗിക്കുക. അതായത് മൈ ഡോട്ടർ വാണ്ട് ടു ബിക്കം എ തെറാപ്പിസ്റ്റ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മള് ഫ്രണ്ടിനോട് പറയണം, ഐ നോ ദാറ്റ് യുവർ ഹസ്ബൻഡ് ഈസ് ആൾസോ എ തെറാപ്പിസ്റ്റ്. അതുകൊണ്ട് നിന്റെ ഭർത്താവിനോട് ചോദിക്കുക ഏത് കോളേജാണ് നല്ലത്, എവിടെയാണ് ചേർക്കേണ്ടത്, ജോലി കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ചോദിച്ച് ആ പറഞ്ഞ പോയിന്റ് വെച്ചാണ് ഫിനിഷ് ചെയ്യുക. അതായത് മൈ ഡോട്ടർ വാണ്ട്സ് ടു ബിക്കം എ തെറാപ്പിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയുള്ളത് എടുക്കുക. I know your husband has a speech therapist. Okay. And what your suggestion? Which college is best? Okay. And you tell me. Okay. പിന്നെ ഒരു കാര്യം ചോദിച്ചോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ജോലിക്ക് നല്ല സ്കോപ്പ് ഉണ്ടോ എന്നോട് ചോദിച്ചോ. The current situation, this course is scope. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കും, വിദേശത്ത് ഇതിന് നല്ല സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിദേശം എന്നുള്ളതിന് അബ്രോഡ്. This course വിദേശം എന്താ സാറ്? Abroad. This course is scope in abroad. Okay. And കിട്ടുന്നില്ല. ഓക്കെ കുഴപ്പമില്ല റെജീന.
ഞാൻ പറഞ്ഞപ്പോഴും ആ പോയിന്റ് ഒക്കെ ഉൾപ്പെടുത്തി പറഞ്ഞില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് who is next? Yes. 45 പേര് നമ്മളുണ്ട് കേട്ടോ. പകുതി ആൾ പോലും ആയിട്ടില്ല. യെസ്, who is next? അടുത്ത ശബ്ദം വരട്ടെ. ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ശബ്ദം. ഞാൻ പറയാം സർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷഹാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നിലോട്ടായി പോയ. യെസ്, പറഞ്ഞോളൂ ഷഹാൻ. Dear friend, how are you? I am fine. How is your family? I am Okay. glad to inform you that my son is past 10th standard with full A plus in his all subjects. സാവകാശം പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. Alhamdulillah, we are very happy. ഓക്കെ. I wasn't compelled him for study because of you. You are counseled me about do not compel him for study. ഓക്കെ. So we conducted a small party for congratulate him on next Sunday. ഓക്കെ. You also like you asked me. So you and your family must come. We are expecting our lovable person's presence only. ഓക്കെ. His ambition is to become a chartered accountant. Chartered accountant. Okay. Are you know about my family? Here the financial status is very weak now. Okay. So can you help me? Okay. I don't know what do after. I don't know what the procedure for doing that course. Okay. Now we are looking for a good college for him. Okay. If you if you know any better college, you Okay. Very good. inform You me. with the college. Okay. You inform me. Inform you. Okay. Then your daughter was studying in where? Okay. Which college is your daughter is now studying? Okay. 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 ഏത് കോളേജിലാണ് നിന്റെ മകൾക്ക് പഠിക്കുന്നത്? ഓക്കെ. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? അത് ചോദിക്കാം. Which course is she taken? Okay. How is going her study? Okay. 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 Very good. അത്രേ ഉള്ളൂ. വെരി ഗുഡ് ശകനം. വേറെ ആരും പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മള് ഫ്രണ്ടിനോട് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒക്കെ അവസാനിപ്പിച്ചു. പക്ഷെ ശകനം മാത്രം ഫ്രണ്ടിന്റെ മകൾ ഇപ്പൊ പഠിക്കുന്ന എവിടെയാണ്, ഏത് കോളേജിലാണ്, ഏത് കോഴ്സാണ്, എങ്ങനെയുണ്ട് പഠനം എന്നൊക്കെ ചോദിച്ചു. ഓക്കെ 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 ഓക്കെ. നമ്മുടെ മകന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ മകളുടെ കാര്യം പറയുന്നതിനൊപ്പം തന്നെ ഫ്രണ്ടിന്റെ കുട്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മൾ ചോദിച്ചു. ഓക്കെ ശകനം. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ട്. യെസ്, who is next? അടുത്തതാരാണ്? Who is next? ആരെങ്കിലും പറയൂ. Who is next? Write a letter to your friend when your daughter or son got full A plus in the SSLC examination. തയ്യാറെടുത്ത് നിൽപ്പുണ്ടാവില്ല ഓരോരുത്തര്. പറയാനൊരു മടിയല്ലേ? പറയൂ. Who is next? ആരെങ്കിലും പറയൂ. Who is next? ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അവിടെ നിങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ രണ്ടുപേരില്ലേ, അവരൊന്നും പറഞ്ഞു നോക്കി. നീതു, ഞങ്ങളവിടെ കേൾക്കുന്നില്ലല്ലോ.
പിന്നെ വേറെ ആരെങ്കിലും? നീതു ഞാൻ പറഞ്ഞു. പറഞ്ഞു നോക്കട്ടെ. Yes. കല അരുൺ പറഞ്ഞോളൂ. Hi, dear friend. I am writing this letter to inform you about my son's success in 10th exam. He able to score 98.9% out in his 10th exam. Very good. Actually, his ambition is to want to become study about AI. Okay. And the last coming Sunday we had arranged a party for a surprise party for him. Okay. And my main motive is to I'm asking or I expecting some important advice from you as a person like related to computer work or AI and the information technology. Okay, very good, very good. And I don't know nothing about the information technology. And his ambition, he want to become abroad for studying. Okay. And kindly give or kindly advise which college may I prefer or which country prefer, and kindly I expect your valuable advice about this particular courses and affiliation about affiliation of which colleges. Okay, very good, very good. And apart from that, I need some financial advice from you also for getting education loans. Which if I preferred for education loan, which college I should prefer. Okay. And I expecting you and your family will come, or you and your family must come for the party, and I expect your valuable presence. Okay, okay, okay. Yes. അതേ ഉള്ളൂ. കല വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ച് നല്ല നല്ല പുതിയ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അഫിലിയേഷൻ കോളേജ്, അതൊക്കെ നല്ല കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനപ്പോ കലക്ക് വേറൊരു ചെറിയൊരു സജഷൻ പറയുന്നത്. ഇപ്പോ മകൻ പറഞ്ഞു, മകൻ ഹി വാണ്ട്സ് ടു ബിക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷെ കലയുടെ ആഗ്രഹം വേറെയാണ്. എന്റെ മകൻ ആഗ്രഹിക്കുന്നത് അത് ആ ലൈനിലൊന്ന് പറയും. എന്റെ മകൻ ആഗ്രഹിക്കുന്നത് ഇന്നതാണ്, പക്ഷെ എന്റെ ആഗ്രഹവും അവൻ ഇന്നതാകണമെന്നാണ്. അപ്പോ ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത ഇല്ല. അപ്പൊ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അവന്റെ തീരുമാനം തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് നീ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ സജഷൻ ആഡ് ചെയ്ത് അത് തത്സമയം ഓക്കെ പ്രിപ്പയർ ചെയ്ത് പറയുന്നതാണ്. പറയും. My friends want to or my friend's ambition is to become an AI. Okay. But I like to teach him, or I like to make him as a teacher. Okay. Because I am a teacher, so as part I enjoy the profession very much. So it is mental relaxation. Okay. I advise him the benefits of teaching. Okay. And he is not able to understand my words, so he is not admit the things because he is fully addict, or that it is not an addiction, but he is fully want to know about the modern. In his opinion, it's a modern technology, and technology is upgrading to coming days. The value or the chances is for that, and Okay. I am totally confused with this particular situation. I may not be able to take a decision. Very good, very good. So I suggest your opinion, which one is better, whether it is a teaching profession or it is a AI. Kindly inform me about, kindly advise me for helping, or advise me to take a decision. Okay, 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 okay. വെരി ഗുഡ്, വെരി ഗുഡ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, കീപ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. മറ്റേത് നിങ്ങൾ കുറച്ചു നേരം സമയം കിട്ടുമ്പോ ഒന്ന് മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കും. ഇതിപ്പോ അപ്പൊ പറയുമ്പോ ആ തയ്യാറെടുപ്പ് ഇല്ലാണ്ട് പറയുമ്പോ
ദാറ്റ് ഷോസ് യുവർ കാലിബർ. അത് നിങ്ങളുടെ കാലിബർ ആണ് അത് കാണിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റജീന, ആർ യു റെഡി? സർ ഞാൻ പറഞ്ഞായിരുന്നു. യെസ്. ഓക്കെ. ക്യാരി ഓൺ. യെസ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. തെറ്റായിരിക്കും പറഞ്ഞോളൂ. ഞാൻ ശ്രമിച്ചു നോക്കാം. തെറ്റായിരിക്കും എന്നാലും എന്തോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന്. ശ്രമിക്കൂ കുട്ടി, ധൈര്യമായിട്ട് ശ്രമിച്ചോളൂ. എന്താ പേടിക്കാനുള്ളത്? Dear Raju, I hope you are fine. Hope your business is going on well. I have to tell you happy news. Okay. I passed 10th exam with full A+. I am proud of that. I am very happy to have an unexpected mark. A party is being organized for the child who has achieved this achievement. You and your family should come anyway. 9/2024 function is next Sunday at home. What is your opinion? Which course is better next? The child wants to become a teacher. Which is the best college for the viewer must come to the party and then we can talk in details. Okay, very good. ഇതാണ് അപ്പൊ നമ്മളോട് ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞത്. എന്താ പറയാ, മറ്റേ പാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയില് ജഗതി ശ്രീകുമാർ ആ കുട്ടിയോട് പറയുന്ന ഒരു ഡയലോഗാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് എളിമ കൊണ്ട് പറഞ്ഞായിക്കോളൂ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന്. ഓക്കെ അഫ്ന, വെരി ഗുഡ്. അപ്പോ ഇനിയും ആർക്കെങ്കിലും പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അവസരം തരാം. നിങ്ങൾ വരുമ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. ഒരു ലെറ്റർ പറയാനുള്ള കാര്യം ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ലെറ്ററിനെ കുറിച്ച് പറഞ്ഞു. 2 രീതിയിലുള്ള ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. യെസ്. ദിവ്യ, 2 രീതിയിലുള്ള ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫ്രണ്ടിലെ ലെറ്റർ ഉണ്ട്, ഒഫീഷ്യൽ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫ്രണ്ടിലെ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു മോഡലാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങളുടെ കോഓപ്പറേഷൻ ദാറ്റ് വാസ് വെരി ഗ്രേറ്റ്, വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ലൈവായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഓക്കെ, ഇനിയും ഇതേപോലെ നിങ്ങൾ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. ഓക്കെ, Thank you, sir. ഓക്കെ, വെൽക്കം. ഓക്കെ, Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ. Thank you, sir. Okay, welcome.